ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു 5:30 എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോ ദിവസവും എൻ്റെ ജോലികൾ എത്രത്തോളം ഉണ്ടെന്ന് കണക്ക് കൂട്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് തലേന്ന് രാത്രിയിൽ അലാം വെക്കാറ് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ എണീക്കാറുണ്ട്. അപ്പോൾ ഇന്ന് 5:30 മണിക്കാണ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ചൂടോടുകൂടി ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് പതുക്കെ അടുക്കളയിലെ ജോലികളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചെന്നപ്പോഴത്തേക്കും ദിനു എണീറ്റ് വന്നു. പക്ഷേ എണീറ്റ് വന്നു കഴിഞ്ഞപ്പം തൊണ്ടയ്ക്ക് വേദനയുണ്ടെന്ന് മാത്രമല്ല ഭയങ്കര കാറ്റുമാണ് വെളിയിൽ. അപ്പോൾ ഇന്നും നടക്കാൻ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് ടി വിയിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം തലേന്ന് രാത്രി ഞാൻ അരി അരച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിക്ക്. അപ്പം ഞാൻ അരി അരച്ചിടുന്ന ആ ദിവസം ഫസ്റ്റ് ദിവസം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കും. പിന്നത്തെ ദിവസമാണ് ദോശ ഉണ്ടാക്കാറ് കേട്ടോ. ആ അരയ്ക്കുന്ന അന്ന് തന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമായിരിക്കും നന്നായിട്ട് ഇഡ്ഡലി കിട്ടുക. എനിക്കങ്ങനെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ കുറച്ച് മാവ് എടുത്ത് ഞാൻ അതേപടി ഉപ്പൊന്നും ചേർക്കാതെ തന്നെ മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പുളിച്ച് വന്നത്. ബാക്കിയിലേക്ക് ഞാൻ ഉപ്പിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ നേരം നമുക്കത് എടുത്താൽ മതിയല്ലോ. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ തലേന്ന് രാത്രി തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അങ്ങനെയാണ് രാവിലത്തെ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ കുക്ക് ചെയ്യേണ്ട സാധനങ്ങൾ ഞാൻ റെഡിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുക്കറിൽ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിന്ന് ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വന്നപ്പം കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് ഞാനിപ്പം സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസിലുള്ള ഒരു സവോളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീറ്റ്റൂട്ട് തോരനാണ്. ഇനിയിപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതവിടെ ഇരുന്നൊന്ന് വഴണ്ട് വരട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നതെന്നാൽ ഞാൻ കുറേ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് തക്കാളി ചമ്മന്തി. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ വീണ്ടും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3-4 വറ്റൽമുളകും നെടുകെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി എരിവ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തെ അരി ഒന്ന് കളഞ്ഞതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്തതാണ്. അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് അവിടെ ഇരുന്ന് ഒന്ന് വഴണ്ട് വരട്ടെ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീട്രൂട്ട് ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് തലേന്ന് രാത്രി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒരു വലിയ ബീട്രൂട്ടാട്ടോ എടുത്തിട്ടുള്ളത്. ആ ബീട്രൂട്ട് ഞാൻ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ മറന്നു പോരുത്. ചില സമയം ഞാൻ ഉപ്പിടുന്നത് ഷൂട്ട് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് മിസ്സാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാത്തിലും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ ഈ തക്കാളി ചമ്മന്തിക്കുള്ള സവോള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. പാത്തൂനെ ആവി പിടിപ്പിക്കുകയാണ് കേട്ടോ. ദിനു ആവി പിടിച്ചു കഴിഞ്ഞ് പാത്തൂനെ ആവി പിടിപ്പിക്കുകയാണ്. അപ്പം പാത്തൂനാണെങ്കിലും ജലദോഷവും ചെറിയൊരു ചുമയൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് മാറിയതിൻ്റെ ദിനുവിനും ഉണ്ട്. അപ്പോൾ 2 പേരും കൂടെ ആവി പിടിക്കുകയാണ് രാവിലെ. അപ്പോൾ കുഞ്ഞിലെ തൊട്ട് അവളെ ഇങ്ങനെ ആവി പിടിപ്പിച്ച് ശീലിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾക്ക് വലിയ മടിയില്ല. ചെറിയ ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾ ആവി പിടിക്കാനായിട്ട് ഇരുന്ന് തരും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആവി പിടിപ്പിച്ചിട്ട് നമ്മൾ ആ ഒരു പുതപ്പ് മാറ്റാറുള്ളൂ കേട്ടോ. അങ്ങനെ 2 പേരും കൂടെ അവിടെ ഇരുന്ന് ആവി പിടിക്കുന്നുണ്ട്. പിന്നെ ബീട്രൂട്ട് ഒന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നാളികേരം ചേർക്കുകയാണ്. അപ്പം ഞാൻ ചിരകിയ തേങ്ങ അതേപടി ചേർക്കുകയാണ് കേട്ടോ. അതൊന്നും മിക്സിയിലൊന്നും ചതച്ചെടുത്തൊന്നുമല്ല. തേങ്ങ ചിരകിയത് അതേപടി ഒരു കൈപ്പിടി നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇനിയിപ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ. പിന്നെ നമ്മുടെ തക്കാളി ചമ്മന്തിയിലേക്ക് തക്കാളി ചേർക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. സവോളയൊക്കെ വാടി വന്നപ്പോഴത്തേക്കും ഇനി തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യാം. പിന്നെ ഉപ്പിടാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ. അത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്.
എടുക്കുന്നതാണ്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നുകൂടി ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ആ ഒരു മല്ലിയിലയും കൂടെ അതുമായിട്ട് യോജിച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം വെള്ളം ചേർക്കാതെ അത് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പം ഇഡ്ഡലി തട്ട് വെച്ച് ഇഡ്ഡലി മാവ് കോരി ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി റെഡിയാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് എപ്പോഴും വരാറുള്ള ഒരു കമൻറ്റ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഓരോരുത്തർ ചോദിക്കാറുള്ള കാര്യമാണ്, രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്, മടി മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത് ചേച്ചി എന്ന് ചോദിച്ചിട്ട് ലാസ്റ്റ് വീഡിയോയ്ക്കകത്തും അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ടിപ്സ് എന്തെങ്കിലും പറഞ്ഞു തരാമോ എന്ന്. ടിപ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഇല്ലാതെ നമ്മുടെ ജോലികൾ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. കാരണം കുറേ അധികം സമയമുള്ളപ്പോൾ നമുക്ക് ധൃതി വെച്ചിട്ട് ടെൻഷൻ അടിച്ച് നമുക്കും തലവേദന, നമ്മുടെ കൂടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും കൂടെ നമ്മൾ ആ തലവേദന നൽകും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിലും അവരെ സ്പീഡിൽ കഴിപ്പിക്കാനായിട്ട് നമ്മൾ അവർക്ക് പ്രഷർ കൊടുക്കും, വേഗം കഴിക്കുക, സമയം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കും അതൊരു പ്രഷറാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ രാവിലെ നേരത്തെ എണീക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം ടൈം നമുക്കും കിട്ടും. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഗുണം സെൽഫ് കെയറിനുള്ള ടൈം കിട്ടും എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ വേറെ ആരും നമ്മളെ ശ്രദ്ധിക്കാനാ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാത്രി നേരത്തെ ഉറങ്ങാനും രാവിലെ നേരത്തെ എണീക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം, അലാറം ഒക്കെ വെക്കുന്ന ടൈമിൽ കുറച്ച് ദൂരം മാറ്റി വെക്കുകയാണെങ്കിൽ അത് എണീറ്റ് ഓഫ് ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉറക്കം താനേ പോകും. അപ്പോൾ പിന്നെ മടിയില്ലാതെ എണീറ്റ് വന്ന് നമ്മുടെ ജോലികൾ തീർക്കാനായിട്ടും പറ്റും. ഇതിലെല്ലാം ഉപരി ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയിൽ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി നമ്മുടെ ഓരോ ജോലികളും ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതാ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് തക്കാളി ചമ്മന്തി നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇഡ്ഡലി, ദോശ, ചോറ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ പാത്തു തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ആയതുകൊണ്ട് അവൾ തന്നെ കഴിച്ചോളും. അപ്പോൾ അവൾക്ക് സാമ്പാറും ചമ്മന്തി എല്ലാം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഡ്ഡലി ഇങ്ങനെ ഒരു പീസാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് ഫോർക്ക് വെച്ചിട്ട് ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ കുത്തി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഫോർക്കും കൂടെ വെച്ച് കൊടുത്താൽ അവളവിടെ കാർട്ടൂണൊക്കെ കണ്ട് അവിടെ ഇരുന്ന് കഴിച്ചോളും. രാവിലെ തന്നെ കഴിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അപ്പോൾ അത് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ അവിടെ ഇരുന്ന് കഴിച്ചോളും. നമുക്കും ധൃതി വെക്കണ്ട, അവൾക്കും ധൃതി വെക്കണ്ട. അവൾ പതുക്കെ സമയം എടുത്ത് അത് മൊത്തം കഴിച്ച് ഫിനിഷ് ആക്കിക്കോളും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അവൾക്ക് ഇഡ്ഡലി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, അത് ഫോർക്കിൽ മുക്കി എല്ലാത്തിലും ഓരോ തവണ ഒന്ന് മുക്കും. ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാനാണ് അവൾക്ക് ഇഷ്ടം. അപ്പം ഇഡ്ഡലിയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇഡ്ഡലി ആക്കുന്ന ദിവസം ഞാൻ ഇഡ്ഡലി തന്നെ കൊടുത്ത് വിടാറുണ്ട്. അപ്പം കണ്ടില്ലേ, സൂപ്പറാന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് കാപ്പിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുക്കിങ്ങിൻ്റെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കുകയാണ്. ദിനുവിനുള്ളതാണ് ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഇന്ന് സാമ്പാറും ബീട്രൂട്ട് തോരനും ഉണ്ടല്ലോ, അപ്പോൾ അത് തന്നെയാണ് ഞാൻ കൊടുത്തു വിടുന്നത്, സാമ്പാർ തന്നെ. അപ്പോൾ സാമ്പാറും ബീട്രൂട്ട് തോരനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദിനുവിൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പാത്തുവിൻ്റേത് ഇഡ്ഡലി ഞാനൊന്ന് കട്ട് ചെയ്താണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇഡ്ഡലി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ സാമ്പാറാണെങ്കിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറികളൊക്കെ അവൾ കൂട്ടിക്കോളും. നമ്മളെല്ലാ കറികളും കുട്ടികൾക്ക് കൊടുത്ത് തന്നെ പഠിപ്പിക്കണം കേട്ടോ. അതാകുമ്പോൾ നമുക്കും എളുപ്പമാണ്, അവരെല്ലാം കഴിക്കുകയും ചെയ്തോളും. പിന്നെ ഇന്ന് കൊടുക്കുന്നത് ബ്രെഡും ന്യൂട്ടെല്ലയും കൂടെയാണ്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ന്യൂട്ടെല്ല തേച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നട്ട്സിൽ പിസ്തയും കാഷ്യൂനട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാത്തുവിന് ഇന്ന് ഞാൻ കൊടുത്തു വിടുന്നത്. അതിനിടയ്ക്ക് ദിനു റെഡിയായി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്തു ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് ലഞ്ച് കഴിക്കാറ്. ടിഫിനാണ് ഇപ്പോൾ കൊടുത്തു വിടുന്നത്. അപ്പോൾ ദിനു ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഇന്ന് നേരത്തെ പോകണമായിരുന്നു. അപ്പോൾ പാത്തു റെഡി ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ദിനു നേരത്തെ പോയിട്ടുണ്ട്. കാറ്റ് കാരണം ഡോറ് തുറന്നിടാൻ പറ്റില്ല, അതുകൊണ്ടാണ് അപ്പം തന്നെ അങ്ങ് അടച്ചത്. അങ്ങനെ പിന്നെ പാത്തുവിനെ പോയി എളുപ്പം റെഡിയാക്കി, ഞാനും റെഡിയായി. ഇനിയിപ്പോൾ ഷൂസും കൂടി ഇട്ടാൽ മതി പാത്തുവിനെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഡോറ് തുറന്നിടുമ്പോഴത്തേക്കും ഭയങ്കര കാറ്റാണ് ഇവിടെ. അതോടെ ഇനി പറന്നു പോകും അവിടെ. അങ്ങനെ സ്കൂൾ ബസ്സിൽ കയറ്റി പാത്തുവിനെ വിട്ടിട്ട് ഞാൻ പിന്നെ നടക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം മിക്ക ദിവസങ്ങളിലും രാവിലെ നടക്കാറുണ്ട്. നടക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് കാവ്യയും കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ടൈം പോകുന്ന അറിയില്ല. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞൊരു 10:15, 10:30 വരെയൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ഇന്ന് കാവ്യ ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എളുപ്പം കയറി പോകും. തന്നെയാകുമ്പോൾ നമുക്ക് കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്കും മടുപ്പ് തോന്നും. വർത്താനം പറഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ മടുപ്പ് തോന്നാറില്ല. അങ്ങനെ തിരിച്ച് പിന്നെ കയറി വന്നപ്പോഴത്തേക്കും എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇഡ്ഡലിയൊക്കെ കഴിച്ചു. ഇഡ്ഡലിയെല്ലാം കഴിച്ച് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം
ശേഷം പിന്നെ വീണ്ടും എൻ്റെ പരിപാടികളിലേക്ക് നടന്നു. പാത്രങ്ങളുണ്ടായിരുന്നൊക്കെ കഴുകി വെച്ചു. അതുപോലെ ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പോവാണ് കേട്ടോ. ജോലികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനമാണ്. എല്ലാം ക്ലീനായി കിടക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ അയ്യോ അത് ബാക്കി കിടക്കുകയാണെന്നുള്ള ടെൻഷൻ ഉണ്ടാവും എനിക്ക്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ടോ എന്നറിയില്ല, പക്ഷേ എനിക്ക് പൊതുവേ അങ്ങനെയുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കൗണ്ടർ ടോപ്പും ടൈലും വാഷ് ബേസിനും അതുപോലെ തന്നെ സ്റ്റൗവും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്തുവിൻ്റെ സോഫ്റ്റ് ടോയ്സ് എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മാറ്റിയും മറിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് നേരെയാക്കി വെക്കുകയാണ്. അതെല്ലാം ഒന്ന് നേരെയാക്കി വെച്ച് കഴിഞ്ഞാൽ ഹാളൊക്കെ ഒന്ന് അത്യാവശ്യം അറേഞ്ച് ആകും. അത് കഴിഞ്ഞ് പിന്നെ ഡൈനിങ് ടേബിളും കൂടി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇന്ന് ബെഡ്ഷീറ്റ് മാറേണ്ട ദിവസമായിരുന്നു. ബെഡ്ഷീറ്റ് വിരിക്കുന്ന എങ്ങനെയാണെന്ന് ഇതിന് മുന്നേ ഒരു കമൻറ്റ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വ്ലോഗുകളിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഷീറ്റ് വിരിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ 4 സൈഡിലും ബെഡ്ഷീറ്റിൻ്റെ 4 സൈഡിലും കെട്ടിട്ടിട്ട് അതാണ് നമ്മൾ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും പിന്നെ നല്ല ടൈറ്റായിട്ട് ബെഡ്ഷീറ്റ് അവിടെ ഇരുന്നോളും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമോ, കുട്ടികളാണെങ്കിലും ഷീറ്റൊക്കെ കയറി ചാടിയാലൊന്നും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിയൊന്നും പോകത്തില്ല. നല്ല നീറ്റായിട്ട് തന്നെ ഷീറ്റ് എപ്പോഴും അവിടെ കിടന്നോളും. അങ്ങനെ ഷീറ്റെല്ലാം വിരിച്ചിട്ടുണ്ട്. 2 മുറിയിലും എല്ലാം ബെഡ്റൂം ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ അധികം തുണി ഇന്ന് കഴുകാനായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് തുണി എടുത്ത് ഞാൻ വാഷിംഗ് മെഷീനിലും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള ഒരു ജോലി എന്ന് പറയുന്നത് ഉണങ്ങി കിടന്നിട്ടുണ്ടായിരുന്ന തുണികൾ മടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പരിപാടികൾ കഴിയും. പിന്നെ അത് മാത്രമല്ല, ഇന്ന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസം സാധാരണ ദിവസത്തെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലികളെല്ലാം തീർത്തിട്ട് ബാക്കി എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കാനുണ്ട്. 12 മണിക്ക് നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതിന് മുന്നേ തന്നെ തലേന്ന് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ വെക്കാറുണ്ട്. പിന്നെ അത് അപ്ലോഡ് ചെയ്യുക, അതിനകത്ത് വരുന്ന പിന്നെ കുറച്ചുള്ള എഡിറ്റിങ്, തമ്പനെയിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ മാത്രം മതിയാകും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വീഡിയോ ഇടാനായിട്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 12 മണിക്ക് വീഡിയോ ഇടണമെങ്കിൽ ഒരു 10:30 ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ഞാനതൊന്ന് എഡിറ്റ് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.